15-ാമത്തെ സങ്കീർത്തനം ധ്യാനിച്ചാലോ? ദൈവ സാന്നിധ്യ സ്മരണയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇത് വാസ്തവത്തിൽ ഒരു പ്രബോധന സങ്കീർത്തനങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു ആരാധനാക്രമ ഗീതമായിട്ട് നമുക്ക് പരിഗണിക്കാം. യെശയ്യായുടെ പുസ്തകം 24-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെയും 33-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെയുമുള്ള വാക്കുകൾ ഇതിനോട് ചേർത്ത് വെക്കാനായിട്ട് പറ്റും. ജെറൂസലേം ദേവാലയത്തിന്റെ കവാടത്തിൽ വെച്ച് ദൈവഭക്തൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി പോലെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. കൂടാരത്തില് അഭയം തേടുന്ന ദൈവഭക്തന്റെ മനസ്സാണ് ഇതിൽ വെളിപ്പെടുത്തുന്നത്. കർത്താവിന്റെ വിശുദ്ധഗിരിയിൽ വെച്ച് വാസമുറപ്പിക്കുന്നതിന് ആരൊക്കെയാണ് വിശുദ്ധഗിരിയിൽ വാസമുറപ്പിക്കുന്നത് എന്ന് സങ്കീർത്തകൻ പറയുന്നു. നീതി പ്രവർത്തിക്കുന്നവനാണ്, ഹൃദയം തുറന്ന് സംസാരിക്കുന്നവനാണ്, പരദൂഷണം പറയാതിരിക്കുന്നവനാണ്, സ്നേഹിതനോട് ദ്രോഹിക്കാത്തവനാണ്, അയൽക്കാരനെതിരെ അപവാദം പ്രവർത്തിക്കാതിരിക്കുന്നവനാണ്, പരിഹാസ്യനായിട്ട് മറ്റുള്ളവരെ കാണാത്തവരാണ്, ദൈവഭക്തരോട് ആദരവ് കാണിക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവന് ഭയമില്ലാതെ ജീവിക്കാമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. കർത്താവേ, അങ്ങയിൽ അഭയം തേടുന്ന അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ വാസമുറപ്പിക്കുന്ന ഞങ്ങളെ അങ്ങ് അതിന് യോഗ്യനാക്കണമേ. ദൈവമേ, അങ്ങയിൽ അഭയം തേടുന്നവരെയും അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അങ്ങ് കൃപ നൽകണമേ. അങ്ങയുടെ വിശുദ്ധഗിരിയിൽ അങ്ങ് വാസമുറപ്പിക്കുമ്പോൾ ഞങ്ങളെയും അങ്ങ് സ്നേഹത്തിന്റെ അനുഭവിക്കുവാനായിട്ട് യോഗ്യത ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം കർത്താവിനോട് നമുക്ക് യാചിക്കാം. ദൈവമേ, നിന്റെ നിരന്തരമായിട്ടുള്ള ദൈവ സാന്നിധ്യ സ്മരണ എൻ്റെ ഉണ്ടാകുവാനായിട്ട്. ആമേൻ.